നമസ്കാരം. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം തുടരുന്നതിനിടെയും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് പുരുഷ കമ്മീഷനെ കുറിച്ചാണ്. ജയിലിൽ നിരാഹാരം തുടർന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയും തുടർന്ന് ക്ഷീണം കാരണം ഡ്രിപ്പിടാനായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എല്ലാം പോലീസ് ഉണ്ടാക്കുന്ന കള്ളക്കേസ് എന്ന് വാദിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുകയും ചെയ്തു. പോലീസുകാർ ഉണ്ടാക്കുന്നതല്ലേ, എനിക്കെതിരെ കള്ളം പറയാൻ മടിയില്ലാത്ത പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ളം പറയില്ലേ? ഒരു കാര്യം കൂടി, പോലീസ് എനിക്കെതിരെ കള്ളം പറഞ്ഞതാണ്, നോട്ടീസ് തന്നിട്ടില്ല. മെൻസ് കമ്മീഷൻ എനിക്കെതിരെ കള്ളക്കേസാണ്, 48 മണിക്കൂറായി വെള്ളം കുടിച്ചിട്ട് എനിക്കെതിരെ കള്ളക്കേസാണ്. ഇത് ആവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം കോടതിയിൽ നിന്നും കൊണ്ടുപോകുന്നതിനിടെ രാഹുൽ പറഞ്ഞത്. രാഹുൽ വെള്ളവും ആഹാരവും കഴിക്കുന്നില്ലെന്നും ഭാര്യ ദീപ ഈശ്വറും മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതിയിൽ പോലീസ് ആക്ച്വലി ഇന്ന് കസ്റ്റഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി ഡിവൈസസ് എല്ലാം പരിശോധിക്കാനും ഓഫീസൊക്കെ പരിശോധിക്കാനും വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ആർഗ്യൂ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 3 ദിവസത്തെ കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവർ പറയുന്നത് ഇനി പബ്ലിഷ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടാകുമോ എന്ന് നോക്കാനൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല അതൊക്കെ വാലിഡ് ആണെന്ന് കോടതി പറഞ്ഞു. ഒരു 1 ഡേ, നാളെ വൈകിട്ട് 5 മണി വരെ കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞു. ജാമ്യാപേക്ഷ ഇനി മൂവ് ചെയ്യുകയുള്ളൂ. കസ്റ്റഡി തീരുമ്പോൾ ജാമ്യാപേക്ഷ നൽകാനാണ് തീരുമാനമെന്നാണ് ദീപ രാഹുൽ ഈശ്വർ പറഞ്ഞത്. എന്തായാലും രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര ശ്രമം തുടരുകയാണ്. ഫുഡും വാട്ടറും 2 കഴിക്കുന്നില്ല, വെള്ളം ആഹാരം എടുക്കാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. 48 മണിക്കൂറിന് മുകളിലായി അദ്ദേഹം ഭക്ഷണവും വെള്ളവും കഴിക്കാത്ത നിരാഹാരം തുടരുകയാണ്. സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്ന ഡോക്ടറുടെ സൂപ്പർവിഷൻ വേണമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും ദീപ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്നലെയാണ് സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. നിരാഹാര സമരത്തിലാണെന്ന് രാഹുൽ ഈശ്വർ ജയിലിൽ സൂപ്രണ്ടിന് എഴുതി നൽകിയതിനെ തുടർന്നാണ് പൂജപ്പുര ജില്ലാ ജയിലിൽ നിന്നും മാറ്റിയത്. ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സാമൂഹിക മാധ്യമത്തിൽ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് തിരുവനന്തപുരം കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടപ്പോൾ സംഭവത്തിലെ ഗൂഢാലോചന വിശദമായി പരിശോധിക്കണമെന്നും രാഹുൽ ഈശ്വറിന്റെ ഓഫീസ് പരിശോധിക്കണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. കേസിൽ റിമാൻഡിലായ ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന രാഹുൽ ഈശ്വർ അറസ്റ്റിൽ പ്രതിഷേധിച്ച നിരാഹാര സമരം തുടരുകയായിരുന്നു. ക്ഷീണം വർദ്ധിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് ഡ്രിപ്പ് നൽകുന്നതിനായി ആശുപത്രിയിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ശനിയാഴ്ച പരിഗണിക്കും. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനുള്ള കുറ്റം താൻ ചെയ്തിട്ടില്ല എന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ പ്രധാന വാദം. പരാതിക്കാരുടെ പേരോ മറ്റ് വിവരങ്ങളോ താൻ പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് അദ്ദേഹം ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി നാളെ 5 മണി വരേക്കും തുടർന്നിരിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിവൈസുകൾ അത് കണ്ടെത്തിയിട്ടുണ്ട്, അതിൽ പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ടോ യുവതിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, അത് കണ്ടെത്താൻ വേണ്ടിയാണ് എന്നാണ് കോടതി പറയുന്ന ന്യായീകരണം. എന്തായാലും രാഹുൽ ഈശ്വർ നിരാഹാര സമരത്തിലുമാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഡ്രിപ്പിടാനായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുക്കം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ.